ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് 81 സൂക്തങ്ങളാണ്. 82ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഖുർആനിൽ വിശ്വാസികൾക്ക് ആശ്വാസവും കാരുണ്യവുമായ ചിലതുണ്ട്. എന്നാൽ അക്രമികൾക്ക് അത് നഷ്ടമല്ലാതൊന്നും വർദ്ധിപ്പിച്ച് കൊടുക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് മൊത്തത്തിൽ ഇറക്കിയതെന്നും അല്പാൽപമായി ഇറക്കിയതെന്നും ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻസല എന്നാൽ ഒറ്റത്തവണ അവതരിപ്പിച്ചു എന്നാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്കും അവിടെ നിന്ന് സമാഉദ്ദുന്യ അഥവാ ഭൂമിയോട് അടുത്ത് കിടക്കുന്ന ആകാശത്തേക്കും മൊത്തത്തിൽ ഖുർആൻ ഇറക്കിയതിനെക്കുറിച്ചാണ് അങ്ങനെ അൻസല, നുനസ്സിലു എന്നൊക്കെ പറയുന്നത്. അത് ഉണ്ടായിട്ടുള്ളത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നാം മൊത്തത്തിൽ ഖുർആനിനെ ഇറക്കിയിട്ടുള്ളത് റമദാനിലാണ്. 23 വർഷം കൊണ്ട് പിന്നീട് സംഭവിക്കുന്നത് നസ്സല യുനസ്സിലു എന്ന പടിപടിയായിട്ടുള്ള ഇറക്കമാണ്, അൻസല അല്ല. അഥവാ വിശുദ്ധ റമദാൻ മാസത്തിലാണ് അതിൻ്റെ എല്ലാ ഘട്ടത്തിലുമുള്ള ഇറക്കം ഉണ്ടായത്. പിന്നീട് 23 വർഷം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നസ്സലയുടെ തന്നെ ഭാഗമായിട്ടുള്ള നുനസ്സിലു ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം അല്പാൽപമായി അപ്പപ്പോൾ ഇറക്കുന്നു എന്ന് അർത്ഥം. ഖുർആൻ എന്നാൽ എന്താണ്? നല്ലപോലെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായത്, പദപരമായി അമാനുഷികത്വം ഉള്ളത്, തഅബ്ബുദി ആയത് അഥവാ പാരായണം ചെയ്യുന്നത് ഇബാദത്തായി മാറുന്നത്, സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൻ നാസ് കൊണ്ട് അവസാനിക്കുന്നത്, മുസ്ഹഫുകളിൽ രേഖപ്പെടുത്തപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കണ്ണിമുറിയാതെ ധാരാളം നിവേദക പരമ്പരകളിലൂടെ നമുക്ക് ലഭ്യമായത്, അള്ളാഹുവിൻ്റെ സംസാരം, കലാമുല്ലാ, അതാണ് ഖുർആൻ എന്ന് പറയുന്നത്. ഇതിലേക്കൊന്നും ചേർക്കാനും പറ്റില്ല, ഇതിൽ നിന്ന് ഒന്നും എടുക്കാനും പറ്റില്ല. ജാമി ആണ്, മാനി ആണ് എന്ന് സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു ഡെഫിനിഷനാണ് ഖുർആനെക്കുറിച്ച് പണ്ഡിതന്മാർ ഏകോപിച്ച് പറയുന്ന ഒരു കാര്യം. രണ്ടാമത്തെ വിഷയം, ഖറഅ എന്ന് പറയുന്നതിൽ നിന്നാണ് ഖുർആൻ ഉണ്ടായത്. പക്ഷേ ഖറയുടെ ഒരു സവിശേഷമായ അർത്ഥം ചിലതിനെ മറ്റു ചിലതുമായി ചേർത്ത് സംയോജിപ്പിച്ചു എന്ന് അതിന് ഒരർത്ഥമുണ്ട്. കഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലെ സാരാംശങ്ങളെ കൂടി ചേർത്ത് ഒന്നിച്ച് അവതരിപ്പിച്ച അർത്ഥത്തിലാണ് ഖുർആൻ എന്ന പേര് വന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം അൽ ഖുർആൻ എന്നാൽ വായിക്കപ്പെടുന്നത് എന്നും അർത്ഥമുണ്ട് എന്ന കാര്യം നമുക്കറിയാം. ഈ ഖുർആന്റെ അവതരണ ശൃംഖലയിൽ വിശ്വാസികൾക്ക് ഉപകാരപ്പെടുന്ന 2 പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഷിഫാ ആണ്, അഥവാ ശമനമാണ്, ആശ്വാസമാണ്. രണ്ടാമത്തേത് റഹ്മത്താണ്, കാരുണ്യമാണ്. ഷിഫാ എന്നാൽ രോഗശമനം, സമാധാനം, ആശ്വാസം, അനുഗ്രഹം, സുരക്ഷിതത്വം എന്നൊക്കെ ഭാഷാപരമായി തന്നെ അർത്ഥമുണ്ട്. 2 രൂപത്തിലുള്ള ഷിഫാ വിശ്വാസികൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒന്ന്, ശാരീരികമായ രോഗങ്ങൾക്ക് ശമനമാണ്. അതോടൊപ്പം മാനസികമായ രോഗങ്ങൾക്കും വിശുദ്ധ ഖുർആൻ ശമനമാണ്, മരുന്നാണ്. ഇന്നത്തെ കാലമെന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ അഥവാ വിഷാദത്തിൻ്റെ, അന്തസ്സംഘർഷങ്ങളുടെ, മാനസികമായ പിരിമുറുക്കങ്ങളുടെ, മാനസികമായ ഒരുപാട് രോഗങ്ങളിൽപ്പെട്ട് മനുഷ്യർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്
വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഷിഫ ആണ്, ആത്മീയമായ ശമനമാണ്, മാനസികമായ ഔഷധമാണ് എന്ന് പറയുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക അള്ളാഹുവിനെ സ്മരിക്കുന്നത് മുഖേനയാണ് നിങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്ന് ഖുർആൻ വേറെ ശൈലിയിലും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു ഔഷധത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുകയാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഖൽബുകൾക്ക് വരാവുന്ന 20-ലധികം അവസ്ഥകളെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കേടുകൾക്കുമുള്ള പരിഹാരം ഖുർആനാണെന്നും അത് സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ കഥകൾ, ഖുർആനിലെ ഉപദേശങ്ങൾ, ഖുർആനിലെ ഉപമകൾ, ഖുർആനിലെ ശാസനകൾ, വാഗ്ദാനങ്ങൾ എല്ലാം പരിഹാരങ്ങളാണ്, ആശ്വാസമാണ്, ശമന ഔഷധങ്ങളാണ്. മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും ചീത്ത സ്വഭാവങ്ങളും എല്ലാം പരിഹരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തി, അതിൻ്റെ വില, അതിൻ്റെ ഉപകാരം നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു വിശ്വാസികൾക്ക് അശ്ശാഫി, സുഖപ്പെടുത്തുന്നവൻ കൂടിയാണല്ലോ. ഞാൻ രോഗിയായാൽ അവൻ, അള്ളാഹു എന്നെ സുഖപ്പെടുത്തുന്നു എന്ന് സൂറത്ത് ശുആറയിലെ 80-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ അദ്കാറുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, തജ്ലീലുകൾ, ദുആകൾ വലിയ ആത്മീയ ധൈര്യം നമുക്ക് നൽകുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ വിശ്വാസികൾ അതിനെക്കുറിച്ച് അത്രമാത്രം ശ്രദ്ധ ഉള്ളവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പലതുമായി കെട്ടുപിണഞ്ഞുകൊണ്ട് ഇത്തരം തസ്ബീഹുകൾക്കോ അദ്കാറുകൾക്കോ നമുക്ക് നേരമില്ല. അതുകൊണ്ട് തന്നെ മാനസിക രോഗങ്ങൾ വളരെ കൂടിയിട്ടുണ്ട്, ശാരീരിക രോഗങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. രാത്രിയുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഉറങ്ങുന്ന നേരത്ത് ആയത്തുൽ കുർസി, ആമനർ റസൂലു, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, മുഅവ്വദതൈനി ഒക്കെ ഓതണമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും കാണിച്ചു തന്നിട്ടുമുള്ള കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ വളരെ അകലെയാണെന്ന് പറയുന്നത് സങ്കടകരമാണ്. ഖുർആൻ ഷിഫ ആണ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾക്ക് ചികിത്സ വേണ്ട, ഖുർആൻ മാത്രം മതി എന്നാരും മനസ്സിലാക്കരുത്. ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിനെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഉൾക്കൊള്ളാൻ പാടില്ല, അതിനെ സമഗ്രതയോടുകൂടി ഉൾക്കൊള്ളണം, വിശാലമായ അർത്ഥത്തിൽ അതിനെ ഉൾക്കൊള്ളണം. അപ്പോൾ ചില രോഗങ്ങൾക്ക് ഒരു പക്ഷേ സൈക്കോളജിക്കൽ പരിഹാരങ്ങളാണല്ലോ ഉണ്ടാവുക. ചിലപ്പോൾ മാനസികമായ അവസ്ഥകൾക്ക് ഖുർആൻ ഒരു ഔഷധമായി മാറുന്നു എന്നതും അള്ളാഹു ഉദ്ദേശിക്കാം. അള്ളാഹുവാണ് എല്ലാ രോഗവും സുഖപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായിരുന്നാലും ഷിഫ വിശാലമായ അർത്ഥമുള്ള ഒരു പദമാണ്. രണ്ടാമത് പറഞ്ഞത് റഹ്മത്താണ് ഖുർആൻ എന്ന കാര്യമാണ്. എല്ലാ അർത്ഥത്തിലും അത് കാരുണ്യമാണ്. ആദർശമാവട്ടെ, ആത്മീയതയാവട്ടെ, ഭൗതിക, സാമ്പത്തിക, ദാമ്പത്യ വിഷയത്തിലൊക്കെ ഖുർആൻ റഹ്മത്താണ്. എന്നാൽ ധർമ്മധിക്കാരികൾക്ക്, അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നില്ല എന്നാണ് തുടർന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ നഷ്ടങ്ങൾ, ഭൗതിക നഷ്ടങ്ങൾ അതിലുണ്ട്, പാരത്രിക നഷ്ടങ്ങളും ഉണ്ട്. അറിവില്ലാത്തതിൻ്റെ പേരിൽ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല. എന്നാൽ ഖുർആനിൽ അത് വന്ന് അതിലെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം അത് ധിക്കരിച്ചാൽ അത് സ്വന്തത്തോട് തന്നെ അക്രമം കാണിക്കുന്നത് പോലെയാണ്. അത്തരക്കാർക്ക് വിശുദ്ധ ഖുർആൻ ഓരോ ഇറക്കവും നഷ്ടമാണ്. അറിയാത്തൊരു സത്യം അള്ളാഹു പറയുന്നു, അത് കേട്ടിട്ട് പിന്നെ അതുപോലെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ ഒന്നിനു പുറകെ ഒന്നായി ഖുർആൻ ഇറങ്ങുമ്പോൾ ശിക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവയോരോന്നും സത്യനിഷേധികൾ തള്ളിക്കളയുമ്പോൾ അവയോരോന്നും അവർക്ക് ഖസാറത്താണ്, നഷ്ടമാണ്. എന്നാൽ ഈ ഖുർആൻ അറിയാത്തവരെ അത് ബാധിക്കുകയില്ല. ആരവർക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കും? അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഖസാറത്താർക്കാണ്? അത് നമുക്കാണ് എന്ന ബോധം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഉണ്ടാകണം. 83-ാമത്തെ സൂക്തത്തിൽ വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനആ ബിജാനിബി വഇദാ മസ്സഉ ശർറു കാന യഊസ, മനുഷ്യന് നാം അനുഗ്രഹം നൽകിയാൽ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുകയത്രേ അവൻ്റെ സ്വഭാവം. വല്ല ആപത്തും ബാധിച്ചാലോ അവൻ നിരാശനായി തീരുന്നു. മനുഷ്യൻ്റെ ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അനുഗ്രഹം നൽകിയാൽ നൽകിയവനെ മറന്ന് അഹങ്കരിച്ച് തിരിഞ്ഞു കളയുക, ആപത്തണഞ്ഞാലോ നിരാശനായി ഇരുന്നു പോവുക. ഇവിടെ
അൻഅംന എന്ന അനുഗ്രഹം നൽകി എന്ന് അള്ളാഹു പറഞ്ഞത് തൊട്ടു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. അത് മനുഷ്യന് കാരുണ്യമായിട്ടാണ് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ കാരുണ്യമാകുന്ന ഖുർആനിൽ നിന്നാണ് മനുഷ്യൻ അവൻ്റെ ദുഷ്ടപ്രകൃതമനുസരിച്ച് ധിക്കാരം കാരണത്താൽ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നത്. നിഅ്മത്തുകളിൽ ഖുർആൻ അല്ലാത്ത മറ്റെല്ലാം പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യന് രണ്ട് അവസ്ഥകൾ ഉണ്ടാകുന്നു. ഒന്ന്, നന്ദി കാണിച്ച് വിനയാന്വിതനാകുന്ന അവസ്ഥ. രണ്ടാമത്തത്, അനുഗ്രഹദാതാവിനെ വിസ്മരിച്ച് അഹങ്കരിക്കുന്ന അവസ്ഥ. ഈ കൂട്ടരെ കുറിച്ചാണ് ഈ ആയത്തിൽ ഇവിടെ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഏത് ഗണത്തിൽ പെടും എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള നിരവധി അനുഗ്രഹങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ റബ്ബിനോട് നന്ദി കാണിക്കുന്നുണ്ടോ അഥവാ നന്ദികേട് കാണിച്ച് ധിക്കാരികളായി മാറുന്നുണ്ടോ എന്നത് ഓരോരുത്തരും ആത്മവിചാരണ നടത്തേണ്ട സന്ദർഭമാണിത്. വനആബിജാനിബി, വശം കൊണ്ട് അകലുക, അവഗണിച്ചുകൊണ്ട് പിന്തിരിയുക എന്നൊക്കെയാണ് അതിൻ്റെ വാക്കർത്ഥം. ഒരു കാര്യത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയുക എന്നത് നിഷേധത്തിൻ്റെ സൂചനയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അവൻ പോയി കളഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് പോലെ ഒന്നിൽ നിന്ന് മുഖം തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ അവഗണനയോടുകൂടി അവജ്ഞയോടെ അവഗണിക്കുന്നതിനെക്കുറിച്ചും ഇത് പറയും. എന്നാൽ വല്ല തിന്മയും ആപത്തും സ്പർശിച്ചാൽ അവൻ നിരാശനായി മാറുന്നു എന്നാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മസ്സ എന്ന് പറഞ്ഞാൽ ബാധിക്കുക, അനുഭവത്തിൽ വരിക, സ്പർശിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. അശ്ശർ എന്ന് പറയുന്നത് മനുഷ്യൻ ഇഷ്ടപ്പെടാത്ത ഏത് കാര്യവും തിന്മയാണ്, ആപത്താണ്, ദുരിതമാണ്, അതൊക്കെ ഷർറാണ്. കാന യഊസൻ, അങ്ങേയറ്റം നിരാശനായി മാറുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രതീക്ഷയുള്ളവനാവുക, നിരാശ ബാധിച്ചവനാവുക എന്ന അവസ്ഥയാണ് ആപത്തുകളും പരീക്ഷണങ്ങളും വരുമ്പോൾ മനുഷ്യരിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന രണ്ട് സ്വഭാവങ്ങൾ. പ്രതീക്ഷയുള്ളവനാവുക, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നത് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ട പ്രത്യേകതയാണ്. അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ലാത്തവരെന്ത് ചെയ്യും? അവർ നിരാശരായി ഇരുന്നു പോവുക തന്നെ, മറ്റൊന്നും അവർക്ക് ചെയ്യാനില്ല. ദുരിതങ്ങൾ നിറഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് പ്രതീക്ഷയോടുകൂടി അവൻ്റെ കാരുണ്യം ലഭിക്കുന്ന രൂപത്തിൽ നമ്മൾ വിശ്വാസികളായി മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ ആയത്ത് നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. തുടർന്ന് 84-ാമത്തെ സൂക്തത്തിൽ ഖുൽ കുല്ലുൻ യഅമലു അലാ ശാകിലതി ഫറബ്ബുക്കും അഅലമു ബിമൻ ഹുവ അഹ്ദ സബീല. പ്രവാചകരെ, ഈ ജനത്തോട് പറയുക, ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാകുന്നു. ആരാണ് സന്മാർഗത്തിലെന്ന് നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബ് മാത്രമാകുന്നു. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, ഓരോ വിഭാഗവും അവരവരുടെ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഫിഇൽ എന്നാൽ പ്രവർത്തനം എന്നാണ് അറബിയിൽ അർത്ഥം. എന്നാൽ അമൽ എന്നാൽ ഉദ്ദേശപൂർവം ഉണ്ടാകുന്ന പ്രവർത്തനമാണ്. നല്ല പ്രവർത്തിക്കും ചീത്ത പ്രവർത്തിക്കും അമൽ, അഅ്മാൽ എന്ന് ഉപയോഗിക്കും. അമലുകൾ, അഅ്മാലുകൾ ഖുർആൻ വളരെ പ്രാധാന്യത്തോടു കൂടി എടുത്തു പറഞ്ഞ വാക്കുകളാണ്. ഉദ്ദേശപൂർവമുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ ഭാഗധേയം നിർണയിക്കുന്ന കർമ്മങ്ങളാണ്. അതൊന്നും വൃഥാവിലല്ല, അതൊന്നും വെറുതെ ആവരുത്, ശ്രദ്ധയില്ലാതെയാകാൻ പാടില്ലാത്തതാണ്. കാരണം കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലവും ചീത്ത പ്രതിഫലങ്ങളും ഉണ്ട്. അഅ്മാലു സാലിഹാത്താണ് വിശ്വാസികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതീക്ഷിക്കുന്നത്. അതിനാണ് സ്വർഗവാഗ്ദാനങ്ങൾ ഉള്ളത്. നിങ്ങൾ പ്രവർത്തിക്കൂ, ഇഅ്മലു എന്ന് അള്ളാഹു പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് അള്ളാഹുവും പ്രവാചകനും വിശ്വാസികളും കാണുന്നുണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഷാക്കിലത്ത് എന്നാൽ ഓരോരുത്തരുടെയും രീതി, പ്രകൃതം, സഹജബോധം, മാർഗം എന്നൊക്കെ അർത്ഥമുണ്ട്. മനുഷ്യൻ എന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പ്രവർത്തനങ്ങൾ അത്ഭുതകരമാണ്. ചിലർ നന്മയുടെ പ്രകൃതക്കാരാണ്,
അവർ പ്രവർത്തിക്കുന്നത് സൽകൃത്യങ്ങളാണ്, പരത്തുന്നത് സുഗന്ധമാണ്, അതിൻ്റെ പരിണതി ഗുണകരമാണ്. മറ്റു ചിലർ തേടുന്നത് തിന്മയാണ്, പ്രകൃതം ചീത്തയാണ്, മനോഭാവം ധിക്കാരമാണ്, ഫലം കൊടിയ നിരാശയാണ്, നഷ്ടമാണ്. ഖുർആനോടുള്ള സമീപനം ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഏത് പ്രകൃതം, സമ്പ്രദായം, മതം അനുസരിച്ച് അവർ പ്രവർത്തിച്ചാലും, അവരാണ് സത്യവാന്മാരെന്ന് അവർ ഘോഷിച്ചാലും ശരി, യഥാർത്ഥത്തിൽ സന്മാർഗത്തിൽ ആരാണെന്ന് നന്നായി അറിയുന്നവൻ നിന്റെ റബ്ബ് മാത്രമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. ഇത് നിഷേധികൾക്കെതിരെ പ്രവാചകനും വിശ്വാസികൾക്കും വലിയൊരു സമാധാനമാണ്. എത്ര നല്ല ഖുർആനും സന്മാർഗവും നിങ്ങൾ അവതരിപ്പിച്ചാലും മനുഷ്യൻ്റെ പ്രകൃതമനുസരിച്ച്, ഷാക്കിലത്തനുസരിച്ച് അവൻ പലവിധം പ്രതികരിക്കും. അതിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അതോടൊപ്പം ഏതാണ് സന്മാർഗം, ആരാണ് സന്മാർഗത്തിലെന്ന് നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബായ റബ്ബുക്കും അള്ളാഹുവാണ്. അത് നിങ്ങൾക്ക് ആശ്വാസമാണ്. അപ്പോൾ ഖുർആനിൻ്റെ വഴിയിൽ, ഇസ്ലാമിൻ്റെ വഴിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, മനുഷ്യന്മാർ പല വിധത്തിൽ പ്രവർത്തിക്കും, ചിന്തിക്കും, പ്രതികരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ട് പോകണം എന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ ഊർജിതമാക്കാനുള്ള ഒരു വലിയ പ്രചോദനമാണ്. ഇതൊക്കെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആരാണ് സത്യത്തിലെന്ന് നന്നായി അറിയുന്നവൻ അവൻ മാത്രമാണ് എന്നതാണ്. മറ്റൊരു കാര്യം, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇതൊരു താക്കീത് കൂടിയാണ്. കാരണം കർമ്മങ്ങളുടെ ഉള്ളറിയുന്നവൻ അള്ളാഹുവാണ്. ആരാണ് പ്രവർത്തിക്കുന്നത് എന്ന്, എന്താണെന്ന് കൃത്യമായി അറിയുന്നവൻ റബ്ബാണെന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മങ്ങളുടെ ഉള്ളറിയുന്നവൻ റബ്ബാണെന്ന് കൂടി അത് അർത്ഥമാക്കുന്നുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. കർമ്മത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നീയത്ത് അനുസരിച്ചാണ്, നമ്മുടെ ഇഖ്ലാസിന് അനുസരിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ നീയത്തിലും അതിൻ്റെ ഇഖ്ലാസിലും അതിൻ്റെ ഇഹ്സാനിലും അതിൻ്റെ തഖ്വയിലും ഒക്കെ നമ്മൾ വിശ്വാസികൾ എന്ന അടിസ്ഥാനത്തിൽ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 85-ാമത്തെ സൂക്തത്തിൽ വയസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഈ ജനം താങ്കളോട് റൂഹിനെക്കുറിച്ച് ചോദിക്കുന്നുവല്ലോ. പറയുക, റൂഹ് എൻ്റെ നാഥൻ്റെ ആജ്ഞയാൽ വരുന്നതാകുന്നു. പക്ഷേ ജ്ഞാനത്തിൽ നിന്ന് തുച്ഛമായ ഒരംശം മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. ഈ ജനം താങ്കളോട് റൂഹിനെക്കുറിച്ച് ചോദിക്കുന്നുവല്ലോ എന്ന ആയത്തിലെ ആ റൂഹ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥത്തിലും ഉദ്ദേശത്തിലും മുഫസ്സിറുകൾക്കും പണ്ഡിതന്മാർക്കും ഇടയിൽ ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ആ റൂഹ് എന്ന വാക്കിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയുണ്ട്. ജീവൻ, പ്രാണൻ, ചൈതന്യം, ആത്മാവ് എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ ചോദിച്ചത് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ, മറ്റൊരു വിഭാഗം പറയുന്നത് ജിബ്രീലിനും ഖുർആനിൽ അർ-റൂഹ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ജനങ്ങൾ ചോദിച്ചത് ജിബ്രീലിനെ കുറിച്ചാണെന്ന് ആ കൂട്ടർ അഭിപ്രായം പറയുന്നു. വഹ്യ് അഥവാ ദിവ്യബോധനം എന്നാണ് ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശമെന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് ഇറങ്ങുന്നത് എന്ന് അവർ ചോദ്യത്തിൽ ഉൾപ്പെടുത്തി. അവരത് അറിയാൻ ആഗ്രഹിച്ചു. വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിന. ഇപ്രകാരം നമ്മുടെ ശാസനയനുസരിച്ച് ഒരു റൂഹിനെ നാം നിനക്ക് ബോധനം ചെയ്തിരിക്കുകയാകുന്നു എന്ന് അശൂറ 52-ാം ആയത്തിൽ പറഞ്ഞത് ജിബ്രീലിനെ കുറിച്ചാണെന്ന് ആദ്യം പറഞ്ഞ കൂട്ടർ തെളിവായി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. മറ്റു ചില റിപ്പോർട്ടുകളിൽ മദീനയിലെ യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെക്കുറിച്ചും മരിച്ചയാൾ ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചും ചോദിച്ചതിനുള്ള മറുപടിയായിട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി, അല്ലെങ്കിൽ അള്ളാഹു പറയാൻ പറഞ്ഞ മറുപടി, അക്കാര്യം എൻ്റെ റബ്ബിൻ്റെ കാര്യത്തിൽ പെട്ടതാകുന്നു എന്നാണ്. ഇത് യുക്തിപൂർവമായ ഒരു മറുപടിയാണ്. എനിക്ക് സ്വന്തമായി
അറിവില്ല. എല്ലാം അള്ളാഹു നൽകുന്നതാണ്. ഞാൻ പ്രവാചകൻ മാത്രമാണ്. അള്ളാഹു എന്നെ അറിയിക്കുന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. പക്ഷേ ജ്ഞാനത്തിൽ നിന്ന് തുച്ഛമായ ഒരംശം മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ എന്ന് തുടർന്ന് പറയുമ്പോൾ, എല്ലാ അറിവും അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടില്ല, ചിലതിനെക്കുറിച്ച് നൽകുകയില്ല. എല്ലാ അറിവിൻ്റെയും ആവശ്യം മനുഷ്യർക്കില്ല. അറിവിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അവർക്ക് ജീവിക്കാനും സന്മാർഗം പ്രാപിക്കുവാനുമുള്ള ആവശ്യത്തിനുള്ള അറിവ് അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും നൽകിയ അറിവിൽ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള അർത്ഥങ്ങളും അത് ഉൾക്കൊള്ളുന്നുണ്ട്. 86-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വലഇൻ ശിഅ്നാ ലനദ്ഹബന്ന ബില്ലദി ഔഹൈനാ ഇലൈക് സുമ്മ ലാ തജിദു ലക ബിഹി അലൈനാ വക്കീല. പ്രവാചകരെ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ദിവ്യബോധനത്തിലൂടെ നിനക്ക് നൽകിയിട്ടുള്ളതൊക്കെയും എടുത്തു കളയാം. പിന്നെ നമുക്കെതിരെ അത് തിരിച്ചു വാങ്ങിത്തരാൻ കഴിയുന്ന ഒരു രക്ഷകനെയും താങ്കൾ കണ്ടെത്തുകയില്ല. വളരെ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ സൂക്തത്തിൽ നിഷേധികളുടെ റൂഹിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അതൊക്കെ എൻ്റെ റബ്ബിൻ്റെ ആജ്ഞയുമായി ബന്ധപ്പെട്ടതാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും അറിയുന്ന ആളല്ല എന്ന മറുപടി ഈ ഖുർആനും അത് കൊണ്ടുവരുന്ന ജിബ്രീലുമൊന്നും എൻ്റെ കഴിവിൽപ്പെട്ടതല്ല എന്നും തുടർന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സത്യനിഷേധികളുടെ പല ജൽപ്പനങ്ങൾക്കുമുള്ള ശക്തമായൊരു മറുപടിയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ സ്വന്തം നിലക്ക് കെട്ടിപ്പറയുന്നതല്ല എന്നുകൂടി ശ്രോതാക്കളെ ബോധ്യപ്പെടുത്താൻ ആ മറുപടി ഉപകരിച്ചിരുന്നു. ഈ ആയത്തിൽ മറ്റൊരു രീതിയിൽ 3 കാര്യങ്ങൾ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഒന്ന്, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യമൊക്കെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാക്ഷിയാക്കി ജനങ്ങളോട് അള്ളാഹു പറയുന്ന രീതിയിലാണ് ഇവിടെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. വലഇൻ ശിഅ്നാ ലനദ്ഹബന്ന ബില്ലദി ഔഹൈനാ ഇലൈക എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഇവിടെ പ്രവാചക ദിവ്യബോധനത്തിലൂടെ നാം താങ്കൾക്ക് ഇറക്കിത്തരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനെക്കുറിച്ചാണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നാം ഉദ്ദേശിച്ചാൽ അത് തീർച്ചയായും എടുത്തു കളയുന്നതാണ് എന്ന് പറയുമ്പോൾ അത് നൽകുന്നതും എടുത്തു കളയുന്നതും അള്ളാഹുവാണ് എന്നുകൂടി തെളിയുന്നുണ്ട്. അഥവാ ഇതൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയന്ത്രണത്തിലല്ല എന്ന് വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമതായി, നാം ഖുർആൻ തിരിച്ചെടുത്താൽ അത് നിനക്ക് തിരിച്ചു വാങ്ങിത്തരാൻ കഴിയുന്ന ഒരു രക്ഷകനെയും കണ്ടെത്തുകയില്ല എന്ന് പറയുമ്പോൾ വീണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് നൽകുന്നതും തിരിച്ചെടുക്കുന്നതും അള്ളാഹുവാണെന്ന് വീണ്ടും വ്യക്തമാകുന്നു. ഇതൊന്നും പ്രവാചകൻ കെട്ടിപ്പറയുന്നതല്ല, അള്ളാഹു അവതരിപ്പിക്കുന്നതാണ്. ഇതുപോലെ ഒരു അമാനുഷിക ഗ്രന്ഥം അവതരിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല എന്നീ കാര്യങ്ങൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഈ ആയത്തുകൊണ്ട് വളരെയധികം സാധിക്കും. വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ താങ്കൾക്ക് വഹയിലൂടെ നൽകപ്പെട്ട ഖുർആൻ തീർച്ചയായും നാം എടുത്തു കളയുന്നതാകുന്നു എന്ന കാര്യമാണ്. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നമുക്കതിന് സാധിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ്യം. എന്നാൽ ഒട്ടേറെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഒരു കാലം വരുമ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് ഖുർആൻ അപ്രത്യക്ഷമാകുമെന്ന കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ടത് സംഭവിക്കും. ഖുർആൻ ഹൃദയങ്ങളിലില്ലാതെ മനുഷ്യർ മൃഗങ്ങളെപ്പോലെ ആയി മാറും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖുർആൻ ഇറങ്ങിയിടത്തേക്ക് തിരിച്ചു പോകുന്നത് വരെ ലോകാവസാനം സംഭവിക്കുകയില്ല. ഖുർആൻ ഹൃദയങ്ങളില്ലാതെ മൃഗങ്ങളെപ്പോലെയായി മാറുമെന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വർത്തമാനം നമ്മെ പേടിപ്പിക്കേണ്ടതാണ്. ഉമ്മത്ത് മുസ്ലിമയുടെ ഇന്നത്തെ ഖുർആൻ ബന്ധം പരിശോധിച്ചാൽ നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക് ഖുർആൻ എത്രത്തോളം ഉണ്ട്, അവരുടെ മനസ്സിൽ നിന്നത് മാഞ്ഞു പോയിട്ടുണ്ടോ, മനസ്സിലേക്ക് കയറിയിട്ടില്ലേ? ഈ ഷഹറുൽ ഖുർആനിൽ, ഈ ഷഹർ റമദാനിൽ നാമും നമ്മുടെ തലമുറയും വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ഇങ്ങനെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന യഥാർത്ഥ ആശയങ്ങൾ യഥാർത്ഥ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കാനും അതിലേക്ക് അടുക്കുവാനും
ഈ പരിശുദ്ധമായ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.